നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എസ് ബി. പണ്ട് കോട്ടയം ജില്ലയിൽ 2 റിറ്റ്സ് ഉണ്ടായിരുന്ന 2 യുവാക്കൾ ഇപ്പോൾ 2 ബലേനോ എടുത്ത് 2 ബലേനുള്ള 2 യുവാക്കളായി മാറിയിരിക്കുകയാണ്. നിങ്ങളീ ബാക്കി കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ബ്ലാക്ക് ഷിഫ്റ്ററിൻ്റെ, നമ്മൾ പറഞ്ഞ ബ്ലാക്ക് ഷിഫ്റ്ററിൻ്റെ സിഗ്മ മോഡൽ ബലേനോ ആണ്. നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ആൽഫ അഥവാ ഫുൾ ഓപ്ഷൻ ബലേനോ ആണ്. ഗൈസ്, നമ്മുടെ കോട്ടയം സായി സർവീസിലെ ഒരേ സെയിൽസ്മാൻ ഒരേ മാസം സെയിൽ ചെയ്ത 2 ഡിഫറൻറ്റ് ബലേനോസാണ് ഈ കിടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതെൻ്റെ വണ്ടി, നിങ്ങൾ കുറേ കണ്ടതാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് ഷിഫ്റ്ററിൻ്റെ വണ്ടി. ഇത് എൻ്റെ ഫ്രണ്ട് ബ്ലാക്ക് ഷിഫ്റ്ററിനെ കുറച്ച് ആക്സറീസ് കയറ്റിയ ബലേനോ ആണ്. ഇത് ബേസ് മോളാണെങ്കിലും ഇതിലിപ്പോൾ അലോയ് വീലുണ്ട്, സ്പോയിലറുണ്ട്, ബാറ്റ്മാൻ മിറർ, എല്ലാ സംഭവങ്ങളുണ്ട്. നമുക്ക് ഈ വണ്ടിയെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്താണെങ്കിലും കാണാം ഗൈസ്. അപ്പം ഇതാണ് ഈ വണ്ടിയുടെ ഇന്ത്യയിലെ സീറ്റ് കവറൊന്നും ഇട്ടിട്ടില്ല, ഒരെണ്ണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇതാണ് പുള്ളിയുടെ വണ്ടി, കുറച്ചും കൂടെ സെറ്റാണ്. ഇതിൻ്റെ സ്റ്റിയറിങ് ഫുൾ ഓപ്ഷൻ്റെ ആണ്. പിന്നെ ഇത് എൻ്റെ വണ്ടി, ഇത് ഫുൾ ഓപ്ഷനാണ് ഗൈസ്. ഇത് എൻ്റെ വണ്ടിയുടെ നമ്പറാണ് നിങ്ങൾ കാണുന്ന പോലെ KL35P0892. എൻ്റെ റിറ്റ്സും ഒരു 0892 ആയിരുന്നു. അപ്പോൾ ദയവ് അനുഗ്രഹിച്ച് എനിക്ക് ഈ നമ്പർ കിട്ടി ഗൈസ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഷിഫ്റ്ററിൻ്റെ വണ്ടിയുടെ നമ്പർ 0530 ആണ്. ഇതും ഒരു ഫാൻസി നമ്പറാണ്. ചിലവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവനാണ് ഞങ്ങൾ 2 പേര് ഈ വണ്ടിയിലേക്ക് എത്തിച്ച നമ്മുടെ സ്ഥാനത്തണ്ണൻ ഡെലിവറി വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. ഇതാണ് ശ്രീ ബ്ലാക്ക് ഷിഫ്റ്റർ. മിസ്റ്റർ, നിങ്ങളുടെ വണ്ടി എന്തൊക്കെ ആക്സിഡൻറ്റ് ചെയ്തേക്കുന്നത്? എന്നൊക്കെ ചോദിച്ചാൽ ഫോഗ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം ചെയ്തിട്ടുണ്ട്, ആൻഡ്രോ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, ബാറ്റ്മാൻ മിറർ ചെയ്തിട്ടുണ്ട്, സബ് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റർ ചെയ്തിട്ടുണ്ട്, സ്പോയിലർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇത്രയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് സസ്പെൻസ് ആണ്. അത് ചില ടോപ്പ് ആൻഡ് വണ്ടികളെ കടത്തി വെട്ടുന്ന ചില ഫീച്ചർ സാധനങ്ങൾ നമ്മൾ കേട്ടുന്നുണ്ട്. ഒരു ബേസ് മോഡൽ നമ്മളുടെ രോദനമാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു അടാറ് ബേസ് മോഡലും കൂടെ വരും എന്നാണ് ഇവര് പറയുന്നത്. ഫുള്ളായിട്ട് നമുക്ക് വൈബാക്കാം. അല്ല, ശ്രീ ബ്ലാക്ക് ഷിഫ്റ്റർ, നിങ്ങൾ ഈ ബലേനോ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ബലേനോ ഞാൻ ആദ്യം നോക്കിയിരുന്നത് ഫ്രോൺസ് ആയിരുന്നു. ഫ്രോൺസിന്റെ ബേസ് മോഡലായിരുന്നു ആദ്യം നോക്കിയിരുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പൊക്കപ്രദേശമാണ്, കുന്നും മലയൊക്കെ ഉള്ള ഏരിയ. അപ്പോൾ അവിടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടായിരുന്നു ആദ്യം ഫ്രോൺസ് നോക്കാമെന്ന് വെച്ചത്. കാരണം എൻ്റെ കയ്യിൽ ഇരുന്ന വണ്ടി എന്ന് വെച്ചാൽ റിറ്റ്സ് ആയിരുന്നു. റിറ്റ്സിന് ബേസിക്കലി അറിയാം. അതല്ല, നമുക്കിവിടെ ആകുമ്പോൾ അടിതട്ടലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അടിതട്ടലായിരുന്നു. അപ്പം അത് ഓർത്തുകൊണ്ടാണ് ഫ്രോൺസ്. ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്, അത്യാവശ്യം മൈലേജും ഉണ്ട്, വേറെ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു കേട്ടുമില്ല. അങ്ങനെ പോയി അത് നോക്കി വന്നപ്പോഴാണ് അതിൽ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങൾ മനസ്സിലായത്. പുറകെ ഇരിക്കുമ്പോഴാണെങ്കിലും തല ഇടിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം, ഡിക്കി സ്പേസ് ആണെങ്കിലും ഇച്ചിരി കുറവുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ബാക്കിയുള്ള ഫീച്ചറും കാര്യങ്ങളും എല്ലാം ഫോൺസും ബലേനായിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ ഈ ക്ലിയറൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ വണ്ടി ഇടിക്കാറുണ്ടോ? അങ്ങനെ എല്ലാ ഈ വണ്ടി എടുക്കാൻ നിൽക്കുന്ന എല്ലാ ആൾക്കാരുടെയും മെയിൻ ഒരു ആശങ്കയാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്, ഇടിക്കുമോ എന്നൊക്കെ പറയുന്നത്. അതൊന്ന് പറയൂ. നമ്മൾ ചവിട്ടിപ്പറിച്ച് പോയി വല്ലതും ഹമ്പും ചാടുവാണെങ്കിൽ നല്ല സാധ്യതയുണ്ട്, അത് ഇടിക്കുന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. അല്ല, അങ്ങനെയല്ല, നമ്മളിപ്പോ നോക്കിയൊക്കെ പോവാന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് തെങ്കാശിയും കാര്യങ്ങളും എല്ലാം പോയി, ഫുള്ള് എയർപിന്നും കാര്യങ്ങളും ഇറങ്ങി. അത്യാവശ്യം ഇവിടെ ആളുടെ നോക്കിയൊക്കെ തന്നെ മനസ്സിലാവും, കുന്നും മലയാണ്. എനിക്ക് ഇതുവരായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അടി തട്ടുന്ന ഒരു പ്രശ്നം എനിക്ക് ഇതുവരായിട്ട് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. നമ്മൾ നോക്കിയും കണ്ടുമാണ് കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുന്നതിൻ്റെ കൊണ്ടാവാം ഇതുവരായിട്ട് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങൾ അടി തട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രോബബ്ലി ആൾക്കാർ പറയുന്നുണ്ട് അടി തട്ടുന്നുണ്ട്, നന്നായിട്ട് തട്ടും, ലോഡൊക്കെ ആയിട്ട് തട്ടും. അന്ന് ഞങ്ങൾ 4 പേരും ഫുൾ സാധനങ്ങളുണ്ട്, ഡിക്കി നിറച്ച് ഫുള്ള് സാധനമായിരുന്നു. ആ സാധനമായിട്ട് ഫുൾ ലോഡ് പോയിട്ട് എനിക്ക് ഇതുവരായിട്ട് തട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായില്ല. തമിഴ്നാട്ടിലെ ബമ്പ് എന്നാ നമുക്കറിയാലോ, തീർച്ചയായും നല്ല ഒന്നാന്തരം വലിയ ബമ്പാണ്. നമ്മുടെ ഇവിടത്തെക്കാളും നല്ല ബമ്പാണ് അവിടുത്തെ. അത് ഒരു കുഴപ്പമില്ല, അത് നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു അലോയ് ഇട്ടതുകൊണ്ട് ഇപ്പോൾ ഈ അലോയ് കിടക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം കുറച്ചും ഇങ്ങോട്ട് ബൾജ് നിൽക്കുന്നത്, ഒരു ബോഡി ലൈനിലാണ് നിൽക്കുന്നത് അല്ലേ? ഇത് ഇട്ടുകൊണ്ട് എന്തെങ്കിലും യാത്രാസുഖം കുറവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. വേറെ അങ്ങനെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറേ എൻക്വയറി എനിക്ക് വന്നിട്ടുണ്ട് ഈ അലോയ്ക്ക്. ഈ അലോയ് ഇപ്പോൾ ഇവിടെ ട്രെൻഡിങ് ആണ്.
ഭയങ്കര ട്രെൻഡിങ് ആയി. ബലേനോയിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആകാൻ പോകുന്ന ഒരു അലോയാണിത്. ആണ് ഇത് നമ്മൾ പറപ്പളന്ന് എടുത്തല്ലേ? അതെ, കോട്ടയത്ത്. ഓക്കെ ഓക്കെ. നമുക്ക് ആക്സസറീസിന്റെ നമുക്ക് കിട്ടിയതും ആ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ ചെയ്യാം. പിന്നെ ഇദ്ദേഹമാണ് നമ്മളെ ഈ കുഴിയിലേക്ക് അടിച്ച. അതെ അതെ, കുഴി 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 വൻ കുഴി ഗൈസ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വണ്ടിക്കകത്ത് സബ് വൂഫർ വെക്കാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ കമ്പനി സെറ്റുള്ള വണ്ടിയിൽ സബ് കയറ്റാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ റിച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു അടിപൊളി JBL ഒക്കെ ഉണ്ടായിരുന്നു, കിടിലം പാസ്സായിരുന്നു വണ്ടിക്കകത്ത്. അത് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ സങ്കടം എനിക്കുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെന്താണെങ്കിൽ ഒരു ബേസ് ഫുൾ ഓപ്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ കാര്യം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ എൻ്റെ സെറ്റിൽ എനിക്ക് യൂട്യൂബ് കാണാൻ പറ്റത്തില്ല, ആൻഡ്രോയിഡ് ഫീച്ചേഴ്സ് കുറവാണ്. സെറ്റിൻ്റെ കാര്യത്തിൽ ശരിക്കും സങ്കടമുണ്ട് ഗൈസ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വണ്ടിക്കകത്ത് സെറ്റും അതും ഇതും എല്ലാം ഉണ്ട്. നമുക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള ഫുൾ വീഡിയോ ഉടനെ തന്നെ ചാനലിൽ ചെയ്യാം. അപ്പോൾ എന്ന് വേണം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇനിയിപ്പോൾ ഒരു ബലേനോ കൂടെ വരാറുണ്ട്, അത് കണ്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ബലേനോ ഇതാ വന്നു കഴിഞ്ഞു. ഇതൊരു കാണേണ്ട മുതൽ തന്നെയാണ്. ആടി മോനെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പുള്ളി ഒരു ജിന്നാണെന്നൊക്കെ പറയുന്നൊരു ടൈപ്പാണ് ഗൈസ്. അപ്പോൾ അദ്ദേഹം ആ വണ്ടി ഇങ്ങോട്ടും തിരിച്ചിട്ടെ. ഗൈസ് ദാ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മൂന്നാമത്തെ ബലേനോ വടവാതിലുള്ള. കുറച്ച് കസ്റ്റമൈസ്ഡാണ്. ഇതിലിങ്ങനെ കുറേ ആക്സസറി സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്രോ. ഇത് നൈസാ, ഇങ്ങനെ തേക്കുന്നത്. ഇത് വെറൈറ്റിയാണ് ഗൈസ്. പിന്നെ ഇതിലെന്താ ഇല്ലാത്തത്? ഇതാ മോളി നമ്മുടെ സൈക്കിൾ റാക്ക്, ഇതിൻ്റെ അലോയ് ഒരു പോളി സാധനമാണ്. പിന്നെ പുള്ളി സിനു തേകൻ ഫോട്ടോഗ്രാഫി ഉള്ള പേജാണ്. ഇതിനകത്ത് സെറ്റ് റോക്ക്ഫോർഡ് ഫോസ്കിൻ്റെ സെറ്റാണ്. ഡബിൾ ചേമ്പർ, ഇത് ഗ്ലാസ് ആണ് ഗൈസ്, ഡബിൾ ചേമ്പറാണ്. ഓ മോനെ, ഈ വണ്ടി പണിതേക്കുന്ന ഏതാണ്ട് ഇതന്നെ. ബാക്കിൽ RPM മീറ്റർ, ഈ ബാക്കിൽ RPM മീറ്റർ ഇത് വർക്ക് ചെയ്യുന്നതാണ്. അത് പഴയ വണ്ടിക്ക് ഉണ്ടായിരുന്നു. ഇത് വർക്ക് ചെയ്യുന്നതാണോ? ഇത് വർക്ക് ചെയ്യുന്നതാണോ? ലൈറ്റ് ഓൾട്ടോയ്ക്ക് ഉണ്ടായിരുന്നു. ഓ ഗൈസ്, ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈയിടെ മോനെ ഈ വണ്ടിയെ പറ്റി സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യണം. ഈ വണ്ടി ബാബ്സ് വേണത വണ്ടിയാണ് ഗൈസ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓ, ഇത് പറയുന്ന നമ്മുടെ സനത്തന്റെ സ്പിരിറ്റ് ഉണ്ടോ, രോമാഞ്ചം. ഓ, ഈ ഡിഫ്യൂസർ കണ്ടില്ല ഗൈസ്, ഇതിൽ എക്സോസ്റ്റ് ഉണ്ട്. അത് നമ്മൾ എന്തായാലും കേൾപ്പിക്കത്തില്ല. നിങ്ങൾ എന്തെങ്കിലും നേരിട്ട് കണ്ടാൽ ഈ പേജൊക്കെ കണ്ടാൽ കേൾക്കാൻ പറ്റും. ഇതാണ് ഈ വണ്ടിയുടെ ഓണർ, നമ്മുടെ സിനി ചേട്ടൻ. ചേട്ടാ, ഈ വണ്ടിയെ പറ്റി ഒരു രണ്ട് വാക്കല്ല എന്നാ പറയാനായിട്ട്. ഇതിൽ എത്ര ആക്സറി ഉണ്ട് മൊത്തം പണി കൂട്ടുവാണെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് മേലുണ്ട്. 5 lakhs എബോ മോഡിഫൈ ചെയ്ത വണ്ടിയാണ് ഗൈസ്. ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ എവിടെ നിന്നാ ചെയ്തേ? എത്ര രൂപ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി? ഇതൊന്നും പറയണ്ട, ഇതൊക്കെ നമ്മൾ ഇരുത്തി ചെയ്യിക്കുമല്ലേ. ആണല്ലേ. നമുക്ക് ഇതേപറ്റി ഒരു ഫുൾ വീഡിയോ പിന്നെ ചെയ്യാല്ലേ, അതായിരിക്കും നല്ലത്. ഈ അലോ ഇഷ്ടപ്പെട്ടോ? നൈസ് അലോയാ ഗൈസ്. ഇത് സ്റ്റോക്ക് ടയറാണ്, 195 സ്റ്റോക്ക് ടയറാണ്. പിന്നെ ഇൻറ്റീരിയർ ഇത് കണ്ടോ, സെറ്റ്, മൊബൈൽ ഹോൾഡർ, ഒരു ചെറിയ ടോയ്, ഒരു ക്രിസ്റ്റല്. ഇതന്നെ ഈ മുകളിലിരിക്കുന്ന സാധനം. ഇത് ഈ രണ്ടെണ്ണം. ഓ, ഇത് JBL ഒറിജിനൽ സ്പീക്കറാണ് ഗൈസ്. ഓ, അപ്പോൾ ഇതേപ്പറ്റി നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒരു ദിവസം ചെയ്യാം. ഇത് ഇവരുടെ സ്ഥലമാണ്, നമ്മൾ കമ്പനിക്കാരെ പൊയ്ക്കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഗൈസ് എൻ്റെ ബലേനോ സ്ക്വാഡിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ 3 വണ്ടികളെ കുറിച്ചും ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. ഞാൻ നിങ്ങളുടെ സ്വന്തം SB സൈനിങ് ഓഫ് വിത്ത് മൈ ബലേനോ ആൻഡ് മൈ ബലേനോ സ്ക്വാഡ് ആൻഡ് അവർ കാഴ്സ് ആൻഡ് അവർ സനത്ത് അണ്ണൻ. ബൈ.